പൂഞ്ചിൽ പാക് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടത് 13 ഇന്ത്യക്കാരെന്ന് സ്ഥിരീകരണം. 49 പേർക്ക് പരിക്ക്. ഇന്ത്യയിലേക്ക് പാകിസ്ഥാൻ തൊടുത്ത മിസൈൽ തകർത്തു. അമൃത്സറിൽ വെടിവെച്ചിട്ടത് ചൈനീസ് നിർമ്മിത മിസൈൽ. ഇന്നും അതിർത്തിയിൽ പരക്കെ വെടിവെപ്പ്. തിരിച്ചടിച്ച് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള സാഹചര്യം പരിശോധിച്ച് കേന്ദ്ര സർക്കാർ. ഡൽഹിയിൽ സർവകക്ഷി യോഗം തുടരുന്നു. കഴിഞ്ഞ 36 മണിക്കൂറിലെ സ്ഥിതി വിശദീകരിച്ച പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി. സന്നാഹങ്ങളൊരുക്കി സർവസജ്ജമായിരിക്കണമെന്ന് സേനകളോട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം. കശ്മീർ അതിർത്തിയിലെങ്ങും നിതാന്ത ജാഗ്രത. വ്യോമമേഖലകളിൽ കർശന നിരീക്ഷണം തുടരുന്നു. 27 വിമാനത്താവളങ്ങൾ ശനിയാഴ്ച പുലർച്ചെ 5 മണി വരെ അടച്ചു. പാകിസ്ഥാനിൽ ഇന്നും സ്ഫോടനങ്ങൾ. ലാഹോറിൽ 3 സ്ഫോടനം ഉണ്ടായതായി പാക് മാധ്യമങ്ങൾ. വാൾട്ടൺ വ്യോമത്താവളത്തിന് സമീപത്ത് നിന്ന് സൈറൻ മുഴങ്ങി എന്നും ദൃക്സാക്ഷികൾ. സംഭവം ലാഹോറിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുന്നതിനിടെ. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ തകർത്തതിൽ പ്രതികാര മുന്നറിയിപ്പുമായി അൽ ഖ്വയ്ദ. ഇന്ത്യക്കെതിരെ ജിഹാദിന് ആഹ്വാനം ചെയ്ത വാർത്താക്കുറിപ്പ്. ഇന്ത്യൻ മിസൈലുകൾ തകർത്ത ഭീകര കേന്ദ്രങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വന്നത് ബഹാവൽപൂരിലെയും മുദ്രിക്കയിലെയും ദൃശ്യങ്ങൾ. ജെയ്ഷെ ആസ്ഥാനം പൂർണ്ണമായും തകർന്നടിഞ്ഞതായി ദൃശ്യങ്ങളിൽ വ്യക്തം. പെഹൽഗാം കൂട്ടക്കൊല നടത്തിയ ഭീകര സംഘ നേതാവ് സജ്ജാദ് ഗുൽ കേരളത്തിലും പഠിച്ചു. ബംഗളൂരുവിൽ MBA കഴിഞ്ഞ് കേരളത്തിലേക്ക് വന്നത് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിക്കാൻ. ഭീകരനാകും മുമ്പ് കശ്മീരിൽ ലാബ് നടത്തിയതിരുന്നതായും സ്ഥിരീകരണം. പുതിയ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുന്നതിന് നടന്ന വോട്ടെടുപ്പിൽ തീരുമാനമായില്ല. സിസ്റ്റൈൻ ചാപ്പലിലെ ചിമ്മിനിയിൽ ഉയർന്നത് കറുത്ത പുക. ഇന്ന് 4 വട്ടം വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നത് 133 കർദിനാൾമാർ. മാർപ്പാപ്പയാകാൻ ലഭിക്കേണ്ടത് 88 വോട്ട്.